പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +1 അക്കൗണ്ടൻസിയിലെ ഡിപ്രീസിയേഷനുമായി ബന്ധപ്പെട്ടുള്ള ജേണൽ എൻട്രീസ് ആണ്. ഓക്കെ, നോർമലി ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാനുണ്ടായിരുന്നത് അസറ്റ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനായിരുന്നു. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ 2 എക്സാം നോക്കുമ്പോൾ 2 എക്സാമിലും അക്കൗണ്ട് വരയ്ക്കാനല്ല ചോദിച്ചിട്ടുള്ളത്, പകരം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജേണൽ എൻട്രീസ് ആണ് എഴുതാൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ വരുന്ന പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ജേണൽ എൻട്രീസ് റിലേറ്റഡ് ടു ഡിപ്രീസിയേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് കഴിഞ്ഞ 2 ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഏരിയ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നോക്കുക, ഇത് മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. കേരള ഏജൻസീസ് പർച്ചേസ്ഡ് എ മെഷീൻ ഫോർ ₹80,000 ഓൺ July 1, 2021 ആൻഡ് സ്പെൻഡ് ₹10,000 for its installation. Depreciation is charged at the rate of 10% on written down value. Record necessary journal entries for the year 2021, assuming that the books of accounts are closed on 31st December every year. ഓക്കെ, ഇവിടെ ഒരു വർഷത്തെ ജേണൽ എൻട്രീസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ജേണൽ എൻട്രീസ് എഴുതുന്നതിനൊക്കെ മുന്നേ ഡിപ്രീസിയേഷൻ എമൗണ്ട് എത്രയായിരിക്കും വരിക എന്നുള്ളതൊന്ന് എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ പെർസെൻറ്റേജ് ആണ്, റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ആണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഡയറക്റ്റ് അങ്ങ് എന്ത് ചെയ്താൽ മതി, എമൗണ്ട് പെർസെൻറ്റേജിൻ്റെ മുകളിൽ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ആ പർട്ടിക്കുലർ ഇയറിൽ എത്ര മാസം ആ ഒരു അസറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുകൂടെ നോക്കിയിട്ട് വേണം ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ, ഇനി ഡിപ്രീസിയേഷൻ റേറ്റ് അല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇക്വേഷൻ ഉപയോഗിച്ച് വേണം ചെയ്യാൻ. ഓക്കെ, ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ഒറിജിനൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ എഫക്റ്റീവ് ലൈഫ് ഓഫ് അസറ്റ്. ഓക്കെ, ആ രീതിയിൽ വേണം റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ തന്നിട്ടില്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു കേസിൽ ഡിപ്രീസിയേഷൻ റേറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, അസറ്റിൻ്റെ കോസ്റ്റിൻ്റെ എത്ര പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ ഇവിടെ മെത്തേഡ് പറയുന്നത് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡാണ് പറയുന്നത്. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഓരോ വർഷം എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്രീസിയേഷൻ എമൗണ്ടിൽ മാറ്റം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു വർഷത്തെ ജേണൽ എൻട്രീസ് എഴുതാൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിനൊന്നും അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ഡിപ്രീസിയേഷനുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള ജേണൽ എൻട്രീസ് എന്ന് പറയുന്നത്. 3 ജേണൽ എൻട്രീസ് ആണ് നോർമലി ഡിപ്രീസിയേഷൻ റിലേറ്റഡ് ആയിട്ട് വരാൻ സാധ്യത ഉള്ളത് തുടക്ക വർഷത്ത്. ഓക്കെ, ആദ്യത്തെ വർഷം 3 ജേണൽ എൻട്രീസ് ആണ് നോർമലി വരാൻ സാധ്യത ഉള്ളത്. ഒന്നാമത്തത് അസറ്റ് വാങ്ങുമ്പോഴുള്ള എൻട്രി, രണ്ടാമത്തത് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണ എൻട്രി. ഓക്കെ, ക്ലോസിംഗ് ഡേയിൽ ഇയറിൻ്റെ അവസാനം ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോഴുള്ള എൻട്രി പാസ് ചെയ്യണം. മൂന്നാമത്തത് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഡിപ്രീസിയേഷൻ എമൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി കാണിക്കണം. ഇതാണ് നോർമലി ഫസ്റ്റ് ഇയറിൽ ഡിപ്രീസിയേഷൻ റിലേറ്റഡ് ആയിട്ട് എഴുതാൻ ഉള്ള ജേണൽ എൻട്രീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ജേണൽ എൻട്രീസ് എന്ന് നോക്കാം നമുക്ക് ആദ്യം. ഓക്കെ, അപ്പോൾ അതിൽ ഒന്നാമത്തെ ജേണൽ എൻട്രി പറയുന്നത് എന്താണ്, ഒന്നാമത്തെ ജേണൽ എൻട്രിയാണ് മെഷീനറി വാങ്ങുമ്പോഴുള്ള എൻട്രി. ഓക്കെ, മെഷീനറി വാങ്ങുമ്പോഴുള്ള എൻട്രി എന്ന് പറയുമ്പോൾ മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ട്. എത്ര രൂപയ്ക്കാണോ അസറ്റ് വാങ്ങിയിട്ടുള്ളത് ആ വില വെച്ചിട്ട് എന്ത് ചെയ്യുക, എൻട്രി പാസ് ചെയ്യുക. അപ്പോൾ ഇവിടെ 80,000 ആണ് അതിൻ്റെ കോസ്റ്റ് പറയുന്നത്, 10,000 അതിൻ്റെ ഇൻസ്റ്റാളേഷനും പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് പ്രൈസ് ആയിട്ട് എത്ര കാണിക്കുക, 90,000 കാണിക്കുക. അതാണ് ഒന്നാമത്തെ ജേണൽ എൻട്രി പറഞ്ഞത്. ഒന്നാമത്തെ ജേണൽ എൻട്രി എന്തായിരുന്നു, മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ഇനി രണ്ടാമത്തെ ജേണൽ എൻട്രി, ഇതിൻ്റെ ഡേറ്റ് എന്നാ വരിക, അസറ്റ് വാങ്ങുന്ന ഡേറ്റ് എന്നാണോ അന്ന് ആ ഡേറ്റ് കാണിക്കുക. അപ്പോൾ 1/6/2021 അസറ്റ് വാങ്ങുന്നത്. അപ്പോൾ ആ ഡേറ്റ് ഇട്ടിട്ട് വേണം അത് കാണിക്കാൻ. ഇനി വരുന്ന 2 എൻട്രീസും ക്ലോസിംഗ് ഡേറ്റിൽ കാണിക്കുന്ന എൻട്രീസ് ആണ്. ഓക്കെ, അപ്പോൾ എന്നാണ് അക്കൗണ്ടിങ് ഇയർ ക്ലോസ് ചെയ്യണത് ആ ഡേറ്റ് ആയിരിക്കണം ഇനി കാണിക്കുന്ന 2 എൻട്രീസിൽ കാണിക്കേണ്ടത്. ഓക്കെ, ഇനി ഇവിടെ രണ്ടാമത്തെ എൻട്രി പാസ് ചെയ്യുന്നത് അസറ്റിൻ്റെ മുകളിൽ ചാർജ് ചെയ്യുന്ന ഡിപ്രീസിയേഷൻ ആണ്. ഓക്കെ, ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി എന്താ വരിക, ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു എന്ത്, അസറ്റിൻ്റെ പേര് മെഷീനറി അക്കൗണ്ട് എന്ന് വരും. ഓക്കെ, ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു
അസറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ മെഷീനറി അക്കൗണ്ട് എന്ന് വരും. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യനിൽ അസറ്റിൻ്റെ പേര് പറയുന്നുണ്ട്, മെഷീനറി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 2 എന്ന് പറഞ്ഞിട്ട് എന്ത് കാണിക്കാം? മെഷീനറി അക്കൗണ്ട് കാണിക്കാം. ഓക്കെ, ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ പെർസെൻറ്റേജ് ആയിട്ടാണ് പറയുന്നത്. പെർസെൻറ്റേജ് ആയിട്ട് പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി? കോസ്റ്റിൻ്റെ എത്ര പെർസെൻറ്റേജ് എത്ര പീരീഡിലേക്ക് ഉപയോഗിച്ചു എന്നുള്ള രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ 80,000 പ്ലസ് 10,000 ആണ് അതിൻ്റെ ഒറിജിനൽ കോസ്റ്റ്. അപ്പോൾ 90,000 ആണ് അതിൻ്റെ കോസ്റ്റ് വരുന്നത്. ഓക്കെ, റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ വരുന്നത് 10%, 10/100 ആണ്. ഇൻറ്റു അസറ്റ് എത്ര മാസം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നോക്കുക. അപ്പോൾ ജൂലൈ 1-ാം തീയതിയാണ് അസറ്റ് വാങ്ങുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് ഇയർ ക്ലോസ് ചെയ്യുന്നത് വരെ എത്ര മാസം അസറ്റ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നോക്കുക. അപ്പോൾ ഇവിടെ ജൂലൈ 1 മുതൽ 31 ഡിസംബർ എത്ര മാസം വരും? 6 മാസം വരും. ഓക്കെ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, അങ്ങനെ 6 മാസം വരും. അപ്പോൾ 6 മാസ പീരീഡിലേക്കുള്ള ഡിപ്രീസിയേഷൻ അവിടെ കാണിച്ചാൽ മതി. 6/12. ഓക്കെ, ഇതാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, ഫോർമുല അല്ല, എമൗണ്ട് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? എത്ര ആൻസർ കിട്ടുക? 90,000 10%, 9,000, 9,000 6/12 എന്ന് പറയുമ്പോൾ എത്ര വരും? 4,500 വരും. ഓക്കെ, ഈ 4,500 ആണ് രണ്ടാമത്തെ ജനറേറ്ററിൽ കാണിക്കേണ്ടത്. ഓക്കെ, ഡേറ്റ് നോട്ട് ചെയ്ത് വെക്കണം, 31 ഡിസംബർ 2021. ഓക്കെ, ഇനി ആ വർഷം ഒരു എൻട്രി കൂടെ പാസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മൂന്നാമത്തെ എൻട്രിയാണ് ഇത് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എൻട്രി പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിപ്രീസിയേഷൻ. ഓക്കെ, എത്രയാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തിട്ടുള്ളത് അതെന്ത് ചെയ്യുക? പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കാണിക്കുക. 4,500 എന്ന് പറഞ്ഞിട്ട് കാണിക്കുക. ഓക്കെ, 3 എൻട്രീസ് ആണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഒന്നാമത്തെ അസറ്റ് വാങ്ങുമ്പോൾ എൻട്രി കാണിക്കേണ്ടത് കോസ്റ്റ് പ്രൈസ് പ്ലസ് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അഡീഷണൽ ചാർജസ് വന്നിട്ടുണ്ടെങ്കിൽ അത് ക്യാപിറ്റലൈസ് ചെയ്തിട്ട് വേണം കാണിക്കാൻ. ഡേറ്റ്, പർച്ചേസ് ചെയ്ത ഡേറ്റ് കാണിക്കണം. രണ്ടാമത്തെ എൻട്രി പറയുന്നത് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ എൻട്രിയാണ്. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് ക്ലോസിംഗ് ആണ്. ഒരു അക്കൗണ്ടിങ് ഇയറിൻ്റെ ക്ലോസിംഗ് ഡേറ്റിലാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ എൻട്രി കാണിക്കുമ്പോൾ ഡേറ്റ് കാണിക്കേണ്ടത് ക്ലോസിംഗ് ഡേറ്റ് ആണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ 31 ഡിസംബറാണ് പറയുന്നത്. 31 ഡിസംബർ 2021 എന്ന് കാണിക്കുക. ദെൻ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കാം. ഓക്കെ, അതിൻ്റെ എമൗണ്ട് കാണിക്കാം. ദെൻ മൂന്നാമത്തെ എൻട്രിയാണ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഡിപ്രീസിയേഷൻ അക്കൗണ്ട്. ഓക്കെ, സെയിം എമൗണ്ട് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഈ 3 എൻട്രീസ് നിങ്ങൾ എന്ത് ചെയ്യണം? കാണാതെ പഠിച്ചു വെക്കണം. അസറ്റ് വാങ്ങുമ്പോൾ എൻട്രി, ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ എൻട്രി, ഡിപ്രീസിയേഷൻ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എൻട്രി. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് വേറൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. കഴിഞ്ഞ തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നോക്കുക, JK Sons purchased a machinery for ₹2,80,000 on 1st October 2022 and spent 20,000 for its installation. ഓക്കെ, അപ്പോൾ അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് എത്ര വരും? 2,80,000 പ്ലസ് 20,000 3 lakh വരും. ഓക്കെ, അസറ്റ് പർച്ചേസ് ചെയ്തിട്ടുള്ള ഡേറ്റ് നോക്കുക, ഒക്ടോബർ 1. The firm writes off depreciation at the rate of 10% on original cost every year. ഓക്കെ, ഒറിജിനൽ കോസ്റ്റ് എമൗണ്ട് 10% കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഒറിജിനൽ കോസ്റ്റ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് SLM മെത്തേഡാണ്, അത് മനസ്സിലാക്കണം. അതുമായി ബന്ധപ്പെട്ടുള്ള ജേണൽ എൻട്രീസ് 3 വർഷത്തേക്ക് പാസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സാധാ ചെയ്യുന്ന പോലെ തന്നെ ഒന്നാമത്തെ എൻട്രി എന്തായിരിക്കും? അസറ്റ് വാങ്ങുമ്പോൾ എൻട്രി കാണിക്കുക. അസറ്റ് വാങ്ങുന്നത് ഒക്ടോബർ 1. അപ്പോൾ ഒക്ടോബർ 1, 2022 ഡേറ്റ് കാണിക്കുക. ദെൻ അസറ്റ് വാങ്ങുമ്പോൾ എൻട്രി അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബാങ്ക് അല്ലെങ്കിൽ ക്യാഷ് എന്നാണ്. അപ്പോൾ ഇവിടെ അസറ്റ് മെഷീനറി ആണ്, മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ് എന്ന് വരും. ടോട്ടൽ എമൗണ്ട് എത്ര വരും? 3 lakh വരും. ഓക്കെ, ഇനി രണ്ടാമത്തത് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ ഉള്ളത്. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് 31 മാർച്ച് എവരി ഇയർ എന്നാണ് പറയുന്നത്. അപ്പോൾ 31 മാർച്ച് 2023 ഓക്കെ, 2023 മാർച്ച് 31 ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു മെഷീനറി അക്കൗണ്ട് എന്നുള്ള രീതിയിൽ വരും. അതിൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഒക്ടോബറിലാണ് അസറ്റ് വാങ്ങിയിട്ടുള്ളത്. ഒക്ടോബറിൽ അസറ്റ് വാങ്ങിയെന്ന് പറയുമ്പോൾ ഒക്ടോബർ മുതൽ ഡിസംബർ വരെ എന്ന് പറയുമ്പോൾ ഒക്ടോബർ മുതൽ മാർച്ച് വരെ എന്ന് പറയുമ്പോൾ 12 months പീരീഡ് വരത്തില്ല. എത്ര മാസം വരത്തുള്ളൂ? ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 6 months പീരീഡാണ് വരിക. 6 monthsലേക്കുള്ള എന്ത് ചെയ്താൽ മതി? ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഡിപ്രീസിയേഷൻ എമൗണ്ട് എത്ര വരും? 2,80,000 പ്ലസ് 20,000 ആണ് കോസ്റ്റ്, 3 lakh വരും. 3 lakhൻ്റെ 10/100 ഇൻറ്റു 6/12 ചെയ്യാം. ഓക്കെ, അപ്പോൾ എത്ര എമൗണ്ട് കിട്ടും? 15,000 കിട്ടും. ഓക്കെ,
ഇനി അത് ആ ഡിപ്രീസിയേഷൻ എമൗണ്ട് എന്ത് ചെയ്യുക, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഡിപ്രീസിയേഷൻ അക്കൗണ്ട് സെയിം എമൗണ്ട് 15,000. ഓക്കെ, അത് ഫസ്റ്റ് ഇയർ. ഇതേപോലെ 3 വർഷത്തെ ജേണൽ എൻട്രീസ് എഴുതാനാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. 3 വർഷത്തെ ജേണൽ എൻട്രീസ് എഴുതുമ്പോൾ രണ്ടാമത്തെ വർഷം എഴുതുമ്പോൾ വീണ്ടും പർച്ചേസ് എൻട്രി കാണിക്കേണ്ട ആവശ്യമില്ല. പർച്ചേസ് ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ഇയറിൽ കാണിച്ചിട്ടുണ്ട്. ഇനി അത് വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് കാണിക്കേണ്ട ആവശ്യമില്ല. സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് എന്ത് ചെയ്താൽ മതി, അസറ്റ് വാങ്ങുകയോ വിൽക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നതും അതുപോലെ തന്നെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് ഡിപ്രീസിയേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നതും ആ 2 എൻട്രീസ് റിപ്പീറ്റഡ്ലി കാണിക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ഇയറിൽ പുതിയ അസറ്റ് വാങ്ങുന്നൊന്നുമില്ല. അപ്പോൾ ജേണൽ എൻട്രി എന്ത് വരും, ഫസ്റ്റത്തത് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് മെഷീനറി വരും. ഇനി പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിപ്രീസിയേഷൻ അക്കൗണ്ട് സെയിം എമൗണ്ട് വരും. ഓക്കെ, ഇനി മൂന്നാമത്തെ വർഷം ഇതേപോലെ തന്നെ വേറെ അസറ്റ് വാങ്ങുമോ വിൽക്കുമോ ഒന്നും പറയുന്നില്ല. ഈ സെയിം എൻട്രി തന്നെ എന്ത് ചെയ്യും, റിപ്പീറ്റ് ചെയ്ത് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 30,000 ആണ് സെക്കൻഡ് ഇയറിൽ കാണിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇവിടെ 15,000 കാണിച്ചത്? ഇവിടെ 15,000 എന്ന് പറയുന്നത് 6 months പീരീഡിലേക്കായിരുന്നു. പക്ഷേ രണ്ടാമത്തെ വർഷമാകുമ്പോൾ അസറ്റ് മുഴുവനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ എമൗണ്ട് 3 lakhന്റെ 10% ആണ് ഇവിടെ ഡിപ്രീസിയേഷൻ ആയിട്ട് വരിക. ഓക്കെ, അപ്പം അത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇനി മൂന്നാമത്തെ വർഷം സെയിം തന്നെയാണ്, റിപ്പീറ്റ് ചെയ്ത് വരും. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് മെഷീനറി, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് മെഷീനറി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ആ ചാപ്റ്ററിൽ ആ ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ ആ ഒരു ജേണൽ എൻട്രിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയുവാണ്. 3 ജേണൽ എൻട്രിയാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് വരിക. ഒന്ന് അസറ്റ് വാങ്ങുമ്പോൾ എൻട്രി, ഒന്ന് അസറ്റ് വാങ്ങുമ്പോൾ എൻട്രി. ഓക്കെ, അസറ്റ് വാങ്ങുമ്പോൾ എൻട്രി എന്ന് പറയുമ്പോൾ അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു എന്ത് വരും, ക്യാഷ് എന്ന് വരും. ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് എന്ന് വരും. രണ്ടാമത്തത് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ എൻട്രിയാണ്. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി എന്താണ്, ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു എന്ത്, അസറ്റിൻ്റെ പേര് എഴുതി വയ്ക്കാം, അസറ്റ് അക്കൗണ്ട്. ഓക്കെ, ദെൻ മൂന്നാമത്തത് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രി, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിപ്രീസിയേഷൻ അക്കൗണ്ട്. ഓക്കെ, ഈ 3 എൻട്രീസ് ആണ് ഇവിടെ വരിക. അപ്പോൾ ഡേറ്റ് മറക്കരുത്. എത്ര മന്ത്സ് ആണ് അസറ്റ് ഓരോ ഇയറിലും ഉപയോഗിക്കുന്നത് അതും കൂടെ പരിഗണിച്ചിട്ട് വേണം ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നന്നായി നോക്കുക, നന്നായി പഠിക്കുക. ഓക്കെ, പരീക്ഷയ്ക്ക് മാക്സിമം സ്കോർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.